മലയാളിയെ സംബന്ധിച്ച് എന്നും കാണാൻ ആളുണ്ട്. ഒരു സ്കൂട്ടർ അടിച്ച ഒരാൾ വീണ് നടന്നാൽ ആളുകൾ സെൽഫി എടുക്കുകയും ആൾ പോയി നോക്കുകയും ചെയ്യും. എക്സിബിഷൻസ് അതെ, ഒരു സ്പെക്ടക്കിൾ, ഒരു കെട്ടുകാഴ്ച എന്ന നിലയ്ക്കാണ് ആളുകൾ അതിനെ എടുത്തത്. പക്ഷെ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്ഥിതി വേറെയായിരുന്നു. കാരണം തുടക്കത്തിൽ വളരെ അഗ്രസീവായിട്ട് ഇതൊരു മുസ്ലിങ്ങൾക്കെതിരായ ഒരു വികാരം ഉണ്ടാക്കും എന്ന മട്ടിലാണ് വന്നത്. പക്ഷെ അവസാനിച്ച് അങ്ങനെയല്ല. അവസാനിക്കുമ്പോൾ കുംഭമേള സംഘടിപ്പിച്ചവർ തന്നെ മലപ്പുറത്തെ മുസ്ലിങ്ങളുടെ ഒരു കാരുണ്യത്തെക്കുറിച്ചും ആ സഹായിക്കാനുള്ള മനസ്ഥിതി അവര് സന്യാസിമാരെ തോണി കടത്തുന്ന ഒരു യാഹൂട്ടി, തോണിയിൽ സന്യാസിമാരെ, അവിടെ പാലമില്ലല്ലോ, പാലം കെട്ടാൻ ശ്രമിച്ചപ്പോൾ ഈ ശ്രീധരൻ പോയി മുടക്കിയുകൊണ്ട് ഈ സന്യാസിമാർക്ക് തോണിയിൽ വരണം. അപ്പോൾ തോണിയിൽ തവനൂരിൽ നിന്ന് വരുന്ന ആ തോണി തുഴയുന്ന ആൾ യാഹൂട്ടിയാണ്, മുസ്ലിമാണ്. അമ്പലങ്ങളിലേക്ക് താമര, അവിടെ തിരുനാവായ താമര കൃഷിക്ക് വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ എല്ലാ അമ്പലങ്ങളിലേക്കുള്ള താമരപ്പൂ കൊടുക്കുന്നത് മുസ്തഫ എന്ന് പറയുന്ന മുസ്തഫയും ഷെറീഫും, രണ്ട് ഏട്ടാനിയന്മാരാണ്, ജ്യേഷ്ഠകാരിയനാണ്. അവരാണ് ഏറ്റവും നല്ല താമര കൃഷിക്കാർ. അവരാണ് താമര കയറ്റി വിടുന്നത് ക്ഷേത്രങ്ങളിലേക്ക് പൂജയ്ക്കുള്ളത്. അവിടെ അമ്പലത്തിൽ പ്ലേറ്റ്, ഭക്ഷണം കൊടുക്കാനുള്ള പ്ലേറ്റ് കൊടുക്കുന്ന ഒരു ആലിയാണ്. ഇങ്ങനെ പള്ളിയിൽ അവർക്ക് താമസിക്കാനും വിശ്രമിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. പള്ളിയിൽ ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു. അപ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു കടുത്ത സംഘീ രാഷ്ട്രീയമുള്ള ആൾ പോലും പിന്നീട് പറഞ്ഞത് ഈ മലപ്പുറത്തെ ഈ മുസ്ലിങ്ങളുടെ ഉദാര മനസ്ഥിതി കൊണ്ട് ഞങ്ങൾ ആകെ അമ്പരന്ന് പോയി എന്നാണ്. അവർ മലപ്പുറത്ത് താമസിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ അവർക്ക് പോലും ഇത് എന്താണ് മലപ്പുറത്ത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്, മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്.